ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 157. നമ്മൾ മണ്ഡലം 1 15-ാമത്തെ അധ്യായമായിട്ട് സൂക്തം 100 നോക്കുന്നത്. ഇത് പല ഋഷികൾ പല ദേവതകളെ പറ്റി പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം 1 എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 100-1. ഋഷി ഋജാശ്വൻ, അംബരീഷൻ, സഹദേവൻ, മായാമയൻ, സുരാധ, ദേവത ഇന്ദ്രൻ തുടങ്ങിയവ. ഛന്ദസ് പങ്ക്തി തൃക്ഷുപ്പ്. സയോ വൃഷാ വൃഷ്ണേഭി സമോഗാമഹോ ദിവ പൃഥ്വ്യാശ്ച സമ്രാട് സദീന സത്വാഹവ്യോ പരേഷു മരുത്വാന്നോ ഭവത്യിന്ദ്രഊദീ. വീരനും പുരുഷശ്രേഷ്ഠനും ആകാശഭൂമികളുടെ സ്വാമിയും ജലം വർഷിപ്പിക്കുന്നവനും യുദ്ധത്തിൽ ആഹ്വാനം ചെയ്യപ്പെടുന്നവനുമായ ഇന്ദ്രൻ മരുത്തുക്കൾ സഹിതം നമ്മെ രക്ഷിക്കണമേ. ഇതില് മുമ്പ് നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇന്ദ്രൻ വീര്യനാണ്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് പിന്നിലെല്ലാം പ്രവർത്തിച്ച ശക്തി അത് വീരൻ തന്നെയാണ്. പുരുഷ ശ്രേഷ്ഠനാണ്. ആകാശഭൂമികളുടെ സ്വാമിയാണെന്ന് പറഞ്ഞാൽ ഏതൊരു യജ്ഞം ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് അവയെ ഏകോപിപ്പിക്കുന്ന കോർഡിനേറ്റ് ചെയ്യുന്ന ശക്തിയാണ് ഇന്ദ്രൻ. ഇപ്പം പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് മുതൽ ഉള്ളതുകൊണ്ട് ആകാശവും ഭൂമിയെല്ലാം അതിൻ്റെ എല്ലാം സ്വാമിയാണ്. ആകാശത്തിൽ ജലം വർഷിക്കുന്നത്, ആകാശത്തിൽ മേഘങ്ങൾ മഴ വർഷിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? മേഘങ്ങളെ തമ്മിൽ ചേർക്കാനൊരു ശക്തിയുണ്ട്. അവയെ യോജിപ്പിച്ചിട്ട് മഴ പെയ്യ്ക്കുന്നതും ഇന്ദ്രനാണ്. അത് മരുത്തുക്കൾ സഹിതം രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ആകാശത്തിലെ ഉള്ള ഗോളങ്ങളെല്ലാം 49 മരുത്തുക്കളായിട്ടാണുള്ളത്. അതെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ നമ്മളെ സ്വാധീനിക്കുന്ന പോലെ ഈ മരുത്തുക്കളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ മരുത്തുക്കളുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഇന്ദ്രൻ കർമ്മം ചെയ്യുന്നത്. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 100-2. യസ്വാനാപ്ത സൂര്യസ്യേവ്യയാമോ ഭരേ ഭരേ വൃത്രകാ ശുഷ്മോ അസ്തി വൃഷന്തമസഖിഭിः സ്വേഭിരേവൈർ മരുത്വാനോ ഭവത്തിന്ദ്രഊദീ. സൂര്യന് തുല്യനും മഹാഗതിയോടുകൂടിയവനും ശക്തിയാൽ വൃത്രനെ ഹനിച്ചവനും അത്യന്തം വീര്യവാനുമായ ഇന്ദ്രൻ മരുത്തുക്കൾ സഹിതം നമ്മുടെ രക്ഷകൻ ആയിരിക്കണമേ. ഇതിലും ഇന്ദ്രൻ വീരവാനാണെന്ന് തന്നെയാണ് പറയുന്നത്. ഒരു സംശയമൊന്നുമില്ല. സൂര്യനെ പോലെ മഹാഗതിയോടുകൂടിയാണ്. സൂര്യൻ ചലിക്കുന്നതനുസരിച്ചാണ് ഈ പ്രപഞ്ചം ചലിക്കുന്നത്. ആ ചലിക്കുന്നതനുസരിച്ച് അതേ വേഗത്തിൽ തന്നെ ഇന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ മാറ്റങ്ങളെയെല്ലാം അത് വരുത്തുന്നുണ്ട്. ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ യജ്ഞങ്ങളെയും പ്രേരിപ്പിക്കുന്നത് സൂര്യനാണ്. അങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് എല്ലാ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങൾക്ക് പിന്നിലും അവയെ ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനുമാണ്. അവൻ മരുത്തുകളോടൊത്ത് വരണേ എന്ന് പറയുകയാണ്. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 100-3. ദിവോ നയസ്യ രേതസോ ദുഃഖാന പന്ഥാസോ യന്തി ശവസാ പരീതാഹ തരദ്വേഷാ സാസഹി പൗംസേഭിർമരുത്വാനോ ഭവതിന്ദ്രഊദീ. യാതൊരു ഇന്ദ്രന്റെ രശ്മികൾ ആകാശത്തിന്റെ മേഘങ്ങളെ ദോഹനം ചെയ്തുകൊണ്ട് കടന്നു പോകുന്നുവോ ആ വിജയശീലനായ ഇന്ദ്രൻ തന്റെ ആയുധങ്ങളാൽ ശത്രുക്കളെ പതിപ്പിച്ചുകൊണ്ട് മരുത്തുക്കൾ സഹിതം നമ്മുടെ രക്ഷകൻ ആയിരിക്കട്ടെ.
ഇവിടെ ഏതൊരു സൂര്യനാണോ ആകാശത്തിൽ മേഘങ്ങളെയെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്, എങ്ങനെ ആകാശത്തിൽ മേഘം ഉണ്ടാക്കുന്നത്? സൂര്യന്റെ രശ്മികൾ ചൂടുകൊണ്ട് ഭൂമിയിലെ ജലം ഉയർന്നിട്ടാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം സൂര്യൻ മേഘങ്ങളെ ഉണ്ടാക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന മേഘങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു? നമ്മളെ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി മഴ പെയ്യിക്കുന്നു. അപ്പം സൂര്യവെള്ളത്തെ മുകളിലോട്ട് കൊണ്ടുപോകുന്നു, മേഘങ്ങളാക്കുന്നു. മേഘങ്ങളെ ഇന്ദ്രൻ കൂട്ടിച്ചേർത്തിട്ട് ആ മഴക്കാലം വരുമ്പോൾ മഴ പെയ്യിക്കുന്നു. അവിടെ വൃത്രനെ നശിപ്പിക്കുന്നതെന്നെല്ലാം കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്. വൃത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരായി നിൽക്കുന്ന ഏത് പ്രവർത്തനത്തിനും എതിരായിട്ടുള്ള റിയാക്ഷനാണ് വൃത്രൻ. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്നിട്ട് പറയാണ് അത് മരുത്തുക്കളുടെ സഹായത്തോടു കൂടിയാണ് ഇന്ദ്രൻ ചെയ്യുന്നത്. ഇനി 4 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 104. സോ അങ്കിരോഭിരങ്കിരസ്തോമോ ഭൂദ്വൃഷാ വൃഷിഭിः സഖിഭിः സഖാൻസൻ ഇർഗ്മിഭിർഇർഗ്മി ധാതുഭിർജ്യേഷ്ഠാ മരുത്വാന്നോ ഭവതിന്ദ്ര ഓദി. ഇന്ദ്രൻ എല്ലാ കാര്യത്തിലും എല്ലാവരിലും ശ്രേഷ്ഠനാണ്. അങ്കിരസ്സുകളിൽ പ്രധാനിയാണ്, വീരന്മാരിൽ ശ്രേഷ്ഠനാണ്, മിത്രങ്ങളിൽ മിത്രമാണ്, സ്തോതാക്കളിൽ സ്തോതാവാണ്, ഗായകരിൽ ഗായകനാണ്. അങ്ങനെയുള്ള ഇന്ദ്രൻ മരുത്തുക്കൾ സഹിതം നമ്മുടെ രക്ഷകനാകട്ടെ. ഇന്ദ്രൻ അങ്കീരസുകളിൽ പ്രധാനിയാണ്. പ്രപഞ്ചത്തിൽ ആദ്യമുണ്ടായ സംഗതികൾക്കാണ് അങ്കീരസ് എന്ന് പറയുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ തുടക്കം മുതലേ ഉള്ള കക്ഷിയാണ് ഇന്ദ്രൻ. അപ്പൊ ഈ അങ്കീരസുകളെക്കാട്ടി മുമ്പിൽ ഈ അങ്കീരസ് ഉണ്ടാകുന്നതിന് പിന്നിലും പ്രവർത്തിച്ചത് ഇന്ദ്രനായതുകൊണ്ട് ഇന്ദ്രൻ അങ്കീരസുകളിലും ശ്രേഷ്ഠമാണ്. ആദ്യമുണ്ടായ വീരവാനാണ്, അതിൽ പിന്നെ സംശയമൊന്നുമില്ല. ശ്രേഷ്ഠനാണ്. മിത്രങ്ങളിൽ മിത്രനുമാണ്. മിത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കുന്നത്. ഇന്ദ്രൻ മഴ പെയ്യും, നമ്മളെല്ലാ കർമ്മത്തിന്റെ പിന്നിലും നിന്നുകൊണ്ട് സഹായിക്കുന്നു. അപ്പം നമ്മളെ മിത്രങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? ഇന്ദ്രനാണ്. ഇന്ദ്രനാണ് നമ്മളെ യജ്ഞങ്ങളെയെല്ലാം പൂർത്തീകരിക്കുന്നത്. സ്തോതാക്കളിൽ സ്തോതാവുമാണ്. സ്തോതാക്കൾ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക. നമ്മളാണ് സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നത്. അല്ലാതെ ഇന്ദ്രന് തോന്നുന്ന മാതിരി ചെയ്യുക. ഇന്ദ്രൻ ചെയ്യുന്നതും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ സ്തോതാക്കളിൽ സ്തോതാവാണ് ഇന്ദ്രൻ. അങ്ങനെ എല്ലാ നിലയിലും ശ്രേഷ്ഠനായ ഇന്ദ്രൻ മരുത്തുക്കളോടുകൂടി വരിക. ഇനി 5 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 105. സൂനിഭിർന രുദ്രേഭിർഭ്വാ നൃഷാഖേ സാസഖ്യമിത്രാൻ സ നീളേഭിർ ശവസ്വാനി തുർവന്മരുത്വാനോ ഭവത്തിന്ദ്ര ഊദീ. ദൂരസ്ഥിതനായി പ്രകാശിച്ചുകൊണ്ടും പുത്രന്മാരെ പോലെ തന്റെ കൂട്ടുകാരായ മരുത്തുക്കൾ സഹിതം യശസ്സിന് യോഗ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും ശത്രുക്കളെ പരാജയപ്പെടുത്തിയ ഇന്ദ്രൻ മരുത്തുക്കൾ സഹിതം നമ്മെ രക്ഷിക്കട്ടെ. ഇന്ദ്രൻ ദൂരെ നിന്ന് പ്രകാശിച്ചുകൊണ്ട്. ഇന്ദ്രൻ എല്ലായിടത്തും ഉണ്ട്. ലോകത്തിലെ എല്ലായിടത്തും എവിടെയെല്ലാം യജ്ഞം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ഇന്ദ്രനുണ്ട്. അപ്പൊ ഇന്ദ്രൻ ദൂരെ നിന്ന് പ്രകാശിച്ചുകൊണ്ട് പുത്രന്മാരെ പോലെ തൻ്റെ കൂട്ടുകാരനായ മരുത്തുക്കളോടുകൂടി. മരുത്തുക്കളും ആണ് യജ്ഞത്തിന് സഹായിക്കും. മരുത്തുക്കൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ 49 മരുത്തുക്കൾ. 49 മരുത്തുക്കൾ കൂടിയതാണ് ഈ പ്രപഞ്ചം. അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ആ കറക്കത്തിനനുസരിച്ചാണ് കർമ്മങ്ങൾ നടക്കുന്നത്. അതിന് ഇന്ദ്രനും പൂർത്തീകരിക്കുന്നു. കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഇന്നുണ്ടാവും ശത്രുക്കളുണ്ടാവും. ആ തടസ്സങ്ങളെയെല്ലാം ഇന്ദ്രൻ തട്ടിമാറ്റും. അപ്പോൾ എവിടെ യജ്ഞം നടക്കുകയാണെങ്കിലും ഇന്ദ്രൻ അവിടെ എത്തും, മരുത്തുക്കളോടൊത്തെത്തും. എന്നിട്ട് ശത്രുക്കളെ നശിപ്പിക്കും. ശത്രുക്കൾ എന്ന് പറഞ്ഞാല് ഏതൊരു യജ്ഞം ചെയ്യുമ്പോഴും എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു എതിർപ്പുണ്ട്. അതാണ് ശത്രുക്കൾ. ആ ശത്രുതയെ മറികടന്നുകൊണ്ടാണ് ഇന്ദ്രൻ ആ കാര്യങ്ങളെ
സാധിപ്പിച്ചെടുക്കുന്നത്. അതുകൊണ്ട് കർമ്മനിഷ്ഠനുമാണ് ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതുമായ ഇന്ദ്രൻ മരുത്തുക്കളോടുകൂടി വരട്ടെ. ഇനി 6 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 106. സമന്യുമീ സമദനസ്യ കർത്താസ്മകേഭിർ നൃഭി സൂര്യം സനദ് അസ്മിന്നഹൻസത് പതിപുരൂഹദോ മരുത്വാനോഭവത്തിന്ദ്രഊതി. ഇന്ദ്രൻ അഹങ്കാരികളുടെ നാശകനും യുദ്ധകർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നവനും സമസ്ത ലോകങ്ങളുടെയും അതിനായകനുമാണ്. അവൻ സൂര്യനെ പ്രാപിക്കട്ടെ. പാലകനും ആഹ്വാനം ചെയ്യപ്പെടുന്നവനുമായ ഇന്ദ്രൻ മരുത്തുക്കൾ സഹിതം നമ്മെ രക്ഷിക്കുമാറാകട്ടെ. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അഹങ്കാരികളുടെ നാശകനും. അഹങ്കാരികൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ, തടസ്സങ്ങൾ നിൽക്കുന്ന. നമ്മളെന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനൊരു റിയാക്ഷൻ ഉണ്ട്, ഒരു തടസ്സമുണ്ട്. ആ തടസ്സത്തെ മറികടന്നിട്ടാണ് നമ്മൾ ആ കർമ്മം പൂർത്തീകരിക്കേണ്ടത്. അപ്പോൾ അതാണ് അഹങ്കാരികൾ, സമ്മതിക്കില്ല എന്ന അർത്ഥത്തിൽ. നമ്മളിപ്പോൾ ഒരു അരിയുടെ ചോറാക്കുമ്പോൾ നമുക്ക് വേണ്ട എന്താണ്, പദം വരുത്തണം. അപ്പോൾ അരി സമ്മതിക്കില്ല. അതിനാണ് നമ്മൾ ചൂടെല്ലാം വെച്ച് ഇന്ദ്രൻ്റെ സഹായത്താൽ ചോറാക്കുന്നത്. അപ്പോൾ അഹങ്കാരികളെ നശിക്കുന്നവനും യുദ്ധകർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്ന യുദ്ധം, അവിടെ ഒരു യുദ്ധം തന്നെയാണ് നടക്കുന്നത്. ആക്ഷനും റിയാക്ഷനും തമ്മിലുള്ള ഒരു പ്രവർത്തനമാണ്, ഏറ്റുമുട്ടലാണ് അവിടെ നടക്കുന്നത്. ആക്ഷൻ ഒരു കാര്യത്തിന് ശ്രമിക്കുമ്പം റിയാക്ഷൻ അതിനെ എതിർക്കും. ആ ഒരു യുദ്ധമാണ് ഇവിടെ. യുദ്ധകർമ്മങ്ങളിൽ നിപുണനും സമസ്ത ലോകങ്ങളുടെ നായകനാണ്. ഈ ലോകത്തിൽ എവിടെ എന്ത് യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിലും അത് പൂർത്തീകരിക്കുന്നത് ഇന്ദ്രനാണ്. ഇന്ദ്രൻ സൂര്യനോടൊത്ത് സൂര്യനെയും പ്രാപിച്ചുകൊണ്ട്, കാരണം കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ആരാണ്? ഈ ലോകത്തിലുള്ള എല്ലാ കർമ്മങ്ങളും സൂര്യനാണ് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ആ സൂര്യനോട് ചേർന്നുകൊണ്ടാണ് ഇന്ദ്രൻ വരുന്നത്. അപ്പോൾ ഇന്ദ്രൻ ആരോടുകൂടി വരട്ടെ എന്ന് പറയാണ്? മരുത്തുക്കളോടുകൂടി വരട്ടെ എന്ന് പറയുകയാണ്. ഇനി 7 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 107. തം ഊദയോരണയൻ ശൂരസാതൗദം ക്ഷേമസ്യ ക്ഷിതയകൃണ്ണുതത്രാം സവിശ്വസ്യ കരുണസ്യേഷ ഏകോ മരുത്വാനോ ഭവതിന്ദ്രഊദീഹി. സഹായകരകമായ മരുത്തുക്കൾ ഇന്ദ്രനെ യുദ്ധത്തിൽ ഉത്തേജിപ്പിച്ചു. മനുഷ്യർ തങ്ങളുടെ സൗഭാഗ്യത്തിന് വേണ്ടി ആരെ രക്ഷകനായി അംഗീകരിച്ചിരിക്കുന്നുവോ, ആരെ ഏകനായി തന്നെ എല്ലാ കർമ്മങ്ങളുടെയും സ്വാമിയായിരിക്കുന്നുവോ, ആ ഇന്ദ്രൻ നമ്മുടെ രക്ഷകനാകട്ടെ. സാഹസികനായ മരുത്തുക്കൾ ഇന്ദ്രനെ പ്രേരിപ്പിക്കുകയാണ്. സൂര്യനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പ്രപഞ്ചത്തിലുള്ള എല്ലാ യജ്ഞത്തെയും പ്രേരിപ്പിക്കുന്നത് സൂര്യനാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ 49 മരുത്തുക്കളിൽ ഒന്നിലാണ് ഈ നമ്മുടെ സൂര്യനും എല്ലാം ഉള്ളത്. അപ്പം സൂര്യനെക്കാട്ടിയും ബലത്തിലാണ് ഈ മരുത്തുക്കൾ ഉള്ളത്. ആ പ്രപഞ്ചഘടനയെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം സൂര്യനെക്കാട്ടി എത്രയോ ബലവാന്മാരാണ്. സൂര്യൻ തന്നെ ഒരു മരുത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം മരുത്തുക്കളാണ് സൂര്യൻ പ്രേരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ മരുത്തുക്കൾ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും മതി. അപ്പം മരുത്തുക്കളെ, ഇന്ദ്രനെ മരുത്തുക്കൾ പ്രേരിപ്പിക്കുന്നു. മനുഷ്യർ അവരുടെ സൗഭാഗ്യത്തിന് വേണ്ടിയും രക്ഷയ്ക്ക് വേണ്ടിയും ഏകനായ ഇന്ദ്രനെയാണ് ആശ്രയിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കുന്ന, ഒറ്റക്കിരുന്ന് പ്രവർത്തിക്കുന്ന ശക്തിയായിട്ടാണ് ഇന്ദ്രനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ലോകത്തിൽ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ദ്രനാണ് ആ യജ്ഞത്തെ പൂർത്തീകരിക്കുന്ന ആ ശക്തി. അപ്പം അവൻ ഏകനാണ്, എല്ലാ കർമ്മങ്ങളുടെയും സ്വാമിയുമായ. അത് ഇന്ദ്രൻ നമ്മളെ എന്ത് ചെയ്യണം? രക്ഷകനായി തീരണേ എന്ന് പറയുകയാണ്. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 108. തം അപ്സന്ത ശവസ ഉത്സവേഷു നരമവസേതം ധനായ സോ അന്ധേ ചിത്തമസി ജ്യോതിർവിദൻ മരുത്വാനോ ഭവതിന്ദ്രഊദീ. മനുഷ്യർ യുദ്ധസമയത്ത് ധനത്തിനും രക്ഷയ്ക്കിനും വേണ്ടി ഇന്ദ്രനെ വിളിക്കുന്നു. അവൻ അന്ധകാരത്തിലും പ്രകാശം പരത്തുന്നവനാണ്.
ആ ഇന്ദ്രൻ മരുത്തുക്കൾ സഹിതം നമ്മുടെ രക്ഷകനായിരിക്കട്ടെ. ഒരു യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ഇന്ദ്രനെയാണ് ആഹ്വാനം ചെയ്യുന്നത്. രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇന്ദ്രനെയാണ് വിളിക്കുന്നത്. നമ്മളിപ്പോൾ ചോറുണ്ടാക്കാൻ പോകുമ്പം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? അരിയും വെള്ളവും പാത്രത്തിലാക്കിയിട്ട് അടിയിൽ തീ ഇട്ടിട്ട് കൊടുക്കുന്നല്ലേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ അകത്ത് കുറേ പ്രവർത്തനങ്ങൾ നടക്കുകയല്ലേ, രാസപ്രവർത്തനങ്ങൾ. അതിനാ നമുക്കെന്തും ചെയ്യാൻ പറ്റുമോ? അതതിൻ്റെ അകത്തുള്ളൊരു ശക്തിയാണ്, സയൻസിൽ നിന്ന് വരുന്നൊരു ശക്തിയാണ് അതിനെ ഏകോപിപ്പിക്കുന്നത്. അപ്പം നമ്മളിതെല്ലാം ഇന്ദ്രന് കൊടുക്കുകയാണ്, ആ ശക്തിക്ക്, സിസ്റ്റത്തിന്. അപ്പോൾ ആ സിസ്റ്റം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം അവിടെ ഒരു ഏറ്റുമുട്ടലെല്ലാം നടത്തിയിട്ട് അത് നമ്മളെ രക്ഷിക്കും. അപ്പം നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ ഇന്ദ്രനെയാണ് വിളിക്കുന്നത്. അവൻ അന്ധകാരത്തിലും പ്രകാശം പരത്തും. ആകാശത്തിൽ ഈ പ്രകാശം ഉണ്ടാകുന്ന സൂര്യനാണ് തരുന്നത്. സൂര്യന് എങ്ങനെയാണ് തരുന്നത്? സൂര്യൻ്റെ അകത്ത് ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് അവിടെ. ആ രാസപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ആരാണ്? ഇന്ദ്രനാണ്. അപ്പോൾ ഇന്ദ്രൻ അവിടെ ഒരു രാസപ്രവർത്തനം നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് പ്രകാശം തരുന്നത്. രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ചേഞ്ചാണ് അത്. അപ്പോൾ അന്തരീക്ഷത്തിലും പ്രകാശം തീർത്തും ആ ഇന്ദ്രൻ മരുത്തുക്കളോടുകൂടി വന്നിട്ട് രക്ഷിക്കട്ടെ. ഇനി 9. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 109. സവ്യേന യമതി പ്രാധതച്ചിത് ദക്ഷിണേ സംഗൃഭീതാകൃതാനി സകീരിണാം ചിത് സനിധാധനാനി മരുത്വാനോ ഭവതിന്ദ്രവൂതി. ഇന്ദ്രൻ ഇടത് കൈകൊണ്ട് ശത്രുക്കളെ തടുക്കുകയും വലത് കൈകൊണ്ട് യജമാനന്റെ ഹവിസിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അവൻ സ്തോതാവിന് ധനം നൽകുന്നു. മരുത്തുകളോടുകൂടി ആ ഇന്ദ്രൻ നമ്മുടെ രക്ഷകനായിരിക്കണമേ. ഇന്ദ്രൻ ഇടത്തെ കൈകൊണ്ട് ശത്രുക്കളെ തടുക്കുകയും വലത്തെ കൈകൊണ്ട് നമ്മളെ ഹവിസ് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയാണ്. ആലങ്കാരികമായിട്ട് പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. നമ്മൾ കൊടുക്കുന്ന അരിയും വെള്ളവും അഗ്നിയും ഇന്ദ്രൻ വലത്തെ കൈ കൊണ്ട് സ്വീകരിക്കും. എന്നിട്ട് അതിനെ നമുക്ക് ചോറാക്കി തരാനാണ് സ്വീകരിക്കുന്നത്. അപ്പം അവിടെ ഒരു എതിർപ്പുണ്ടാവും. അരി സമ്മതിക്കില്ല, അത്ര പെട്ടെന്നൊന്നും സമ്മതിക്കില്ല പദം വരാൻ. അപ്പോൾ ഇന്ദ്രൻ അതിനെ എതിർക്കുന്ന ആ റിയാക്ഷനെ വലത്തെ കൈ കൊണ്ട് എതിരിടുകയാണ് എന്ന് പറയുകയാണ്. ഒരു കൈ കൊണ്ട് സ്വീകരിച്ചിട്ട് അതിന് തടസ്സമായി, അതിനെ ചോറാകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ശക്തിയെ വലത്തെ കൈ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയുകയാണ്. എന്നിട്ട് മരുത്തുക്കളോടുകൂടി വന്ന് നമ്മളെ രക്ഷിക്കണം. ഇനി 10. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 110. സ ഗ്രാമേഭി സനിദാസരഥേഭിർവിധേ വിശ്വാഭികൃഷ്ടിഭിർന്യദ്യാം സ പൗംസേഭിരഭൂർ അശസ്ഥിർ മരുത്വാനോ ഭവതിന്ദ്രവൂതി. ഇന്ദ്രൻ തന്റെ സഹായികളോടുകൂടി ധനം സമ്പാദിക്കുന്നു. വൈരികളെ ശക്തിയാൽ വിവശീഭൂതരാക്കി മുന്നേറുന്ന ഇന്ദ്രൻ മരുത്തുക്കൾ സഹിതം നമ്മെ രക്ഷിക്കണമേ. ഇന്ദ്രൻ അവൻ്റെ സഹായകരോടുകൂടി എന്ത് ചെയ്യുകയാണ്? നമുക്ക് ധനം നേടിത്തരികയാണ്. സഹായിക്കുന്ന ആരാണ്? അഗ്നിയെല്ലാമാണ്. ചോറിനെ, അരിയെ ചോറാക്കാൻ സഹായിക്കുന്ന ആരാണ്? അഗ്നിയാണ്. അപ്പോൾ ഏത് പ്രവർത്തനങ്ങളിലും നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ വേറൊന്നാക്കി മാറ്റേണ്ടിക്ക് ഊർജ്ജമെല്ലാം ഉപയോഗിക്കണം. ആ ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് ഇന്ദ്രൻ ഇതെല്ലാം മറ്റൊന്നാക്കി മാറ്റുന്നത്. അപ്പോൾ നമുക്ക് എന്നിട്ട് എന്ത് ചെയ്ത് തരുന്നുണ്ട്? ധനം നേടിത്തരുന്നുണ്ട്. നമ്മളെന്തോ കർമ്മം ചെയ്യുന്ന എന്തിനാണ്? അത് വിറ്റിട്ട് കാശാക്കാമെന്ന്. തിന്നാനുമാണ്. ചോറ് വെക്കുന്നുള്ളത് തിന്നാനാണെങ്കിൽ അധികം വെച്ചിട്ട് വിറ്റിട്ട് കാശു ആക്കും. അപ്പം ധനം നേടിത്തരുവാൻ സഹായിക്കുകയാണ് ആര്? ഈ ഇന്ദ്രൻ. അതാണ് ധനം സമ്പാദിച്ചിട്ട് നമുക്ക് തരുന്നു. ഇതെല്ലാം അവൻ്റെ ശക്തിയാലും ആണ് അത് ചെയ്യുന്നത്. എന്നിട്ട് മുന്നേറുന്നു. എന്നിട്ട് പറയുകയാണ് ഇന്ദ്രൻ മരുത്തുക്കളോടൊത്ത് നമ്മളെ സഹായിക്കാനായിട്ട് വരണേ. ഇനി 11. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 111. സ ജാമിഭിർ
യത്സം അജാതിമ്ലീഹേ അജാമിഭിർവാ പുരൂഹുത ഏവൈഹി അപാം തോകസ്യ തനയസ്യ ജേഷേ മരുത്വാൻ നോ ഭവത്വിന്ദ്ര ഊതി. അനേകരാൽ ആഹൂതനായ ഇന്ദ്രൻ ബന്ധുക്കളോടും മറ്റു വ്യക്തികളോടും കൂടി യുദ്ധയാത്ര നടത്തുന്നു. അപ്പോൾ അവൻ മരുത്തുക്കൾ സഹിതം നമ്മെ രക്ഷിക്കട്ടെ. ഇതില് അനേകര ഇന്ദ്രനെ ആഹ്വാനം ചെയ്യുകയാണ് എന്ന് പറയുകയാണ്. അനേകം എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല യജ്ഞം ചെയ്യുന്നത്. നമ്മൾ ചോറ് വെക്കുമ്പോൾ അടുത്ത വീട്ടിൽ ചോറ് വെക്കും. ഈ പ്രപഞ്ചത്തിലെ എല്ലായിടത്തും എത്തിച്ചേരുന്നത് ഇന്ദ്രനാണ് ആ യജ്ഞങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ. അവർ ബന്ധുക്കളുമായിട്ട് അങ്ങനെ എല്ലാവരും ബന്ധുക്കളും മറ്റ് വ്യക്തികളും എല്ലായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് അദ്ദേഹം ജൈത്രയാത്ര നടത്തുകയാണ്. ആരെല്ലാം ഇവിടെ കർമ്മം ചെയ്യുന്നുണ്ട് അവിടെയെല്ലാം പങ്കെടുത്തുകൊണ്ട് അവരുമായിട്ട് ചേർന്നുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിൽ അവരെ യജ്ഞങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവൻ മരുത്തുക്കൾ സഹിതം നമ്മടുത്ത് വരണേ എന്ന് പറയണം. എല്ലാം ഗ്രഹങ്ങൾ തീരുമാനിക്കുന്നതനുസരിച്ചാണ് എല്ലാവരും യജ്ഞം ചെയ്യുന്നത്. അതിൽ ഇന്ദ്രൻ നമ്മളെ സഹായിക്കുന്നു. ഇനി 12 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 112. സ വജ്രഭിദ്ദസ്യൂഹ ഭീമ ഉഗ്ര സഹസ്രചേതാ ശതനീതയിർഭ്വാ ചമ്രീഷോന ശവസ പഞ്ചജന്യോ മരുത്വാനോ ഭവതിന്ദ്രവൂതി. ഇന്ദ്രൻ വജ്രം ധരിച്ചവനും ദൈത്യന്മാരുടെ സംഹാരകനും ഭയങ്കരനും പരാക്രമിയുമാണ്. എന്നാൽ മിത്രങ്ങളുടെ മേൽ കൃപ ചൊരിയുന്നവനും മാർഗദർശകനും പ്രകാശമാനും സോമതുല്യനും പൂജനീയനും ആണ്. അവൻ മരുത്തുക്കൾ സഹിതം നമ്മുടെ രക്ഷകർ ആകട്ടെ. ഇവിടെ ഇന്ദ്രൻ ദൈത്യന്മാരെയല്ലേ ശത്രുക്കളെയെല്ലാം ഇല്ലായ്മ ചെയ്യുകയാണ്. അതായത് പ്രതിബന്ധങ്ങളെ തടസ്സങ്ങളെ നീക്കാനാണ് നമ്മളെ യജ്ഞങ്ങളെ സഹായിക്കുന്നത്. പിന്നെ അവൻ ഭയങ്കരനാണ്, അതിൽ സംശയമൊന്നുമില്ല. പരാക്രമിയാണ്, അനേകരുടെ മേലിൽ കൃപ ചൊരിയും. അതായത് എല്ലാ ജനങ്ങൾക്കും വേണ്ട സഹായം ചെയ്യുകയാണ്. നമ്മൾ യജ്ഞത്തിന് ഇറങ്ങിയാൽ മതി, അത് വന്ന് സഹായിച്ചോളും. നമ്മൾ മാർഗദർശകനാണ്. നമ്മൾ എന്ത് യജ്ഞങ്ങളും എങ്ങനെ ചെയ്യണമെന്നെല്ലാം അത് തീരുമാനിച്ചിട്ടുണ്ട്. സയൻസിൽ നിന്നാണ് ഈ ബലം ഉത്ഭവിക്കുന്നത്, ഇന്ദ്രൻ. അതുകൊണ്ട് സയൻസാണ് നമ്മൾ എങ്ങനെ എല്ലാം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് മാർഗദർശിയാണ്, പ്രകാശവാനാണ്. ഇവിടെ പ്രകാശം ഉണ്ടെങ്കിൽ എന്തുമെല്ലാം അതിൽ നിന്നാണ് അതിൻ്റെ സേവനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. സോമന് തുല്യം പൂജിക്കേണ്ടവനാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന വസ്തുവിന് അത്രയും പ്രാധാന്യം. നമ്മളിപ്പം ചോറ് കൊടുക്കാൻ നമ്മൾ സാധാരണ സ്തുതിക്കാരാണ്, അരീനിയും വെള്ളത്തെയാണ്, അഗ്നിയെയാണ്. കാരണം നമ്മൾ അറിയുന്നത് ഇവരെയാണ്. ഇതെന്താണ് ചോറായി മാറുന്നത്. പക്ഷെ അവിടെ ചോറാക്കി മാറ്റുന്ന ഒരു ശക്തിയുണ്ട്. ഈ സോമന് തുല്യം അവരെ അഗ്നിയെയും ഇന്ദ്രനെയും നമ്മൾ എന്ത് വേണം? സ്തുതിക്കണം, പൂജിക്കേണ്ടവനാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന വസ്തുവിന് അത്ര തന്നെ പ്രാധാന്യം അതിനെ വേറൊന്നാക്കി മാറ്റുന്ന ആ ഇന്ദ്രനുണ്ട്. അവരെ മരുത്തുകളോടത്ത് വരണമേ. ഇനി 13 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 113. തസ്യ വജ്രം ക്രന്ദതി സ്മത് സ്വർഷാ ദിവോന ദേശോരവധ ശിമീവാൻ തം സജന്തേ സനയസ്ത്വം ധനാനി മരുത്വാനോ ഭവതിന്ദ്രവൂതി. ഇന്ദ്രന്റെ വജ്രായുധം ഘോരമായി ഗർജിക്കുന്നു. സ്തുതികളും ഐശ്വര്യവും അദ്ദേഹത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നു. മരുത്തുക്കൾ സഹിതം ഇന്ദ്രൻ നമ്മെ സംരക്ഷിക്കട്ടെ. ഇന്ദ്രന്റെ വെട്ടിത്തിളങ്ങുന്ന വജ്രായുധം ഘോരമായി ഗർജിക്കുന്നു. എന്താണ് ഈ വജ്രായുധം? ഏത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ എന്താണുള്ളത്? മുറിക്കലും തറിക്കലും എല്ലാം തന്നെയാണ് ഉണ്ടാകുന്നത്. നമ്മളൊരു മേശ ഉണ്ടാക്കുന്നതെന്ന് വെച്ചോ, മരത്തെ മുറിക്കുകയും തറിക്കുകയും എല്ലാം തന്നെയല്ല ചെയ്യുന്നത്.
വീട് വെക്കുന്നുണ്ടെങ്കിൽ കല്ലിനെ പൊട്ടിക്കുകയും ജ്വലിപ്പിക്കുകയും എല്ലാം തന്നെയാണ് ചെയ്യുന്നത്. ചോറുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ അരിയുടെ അകത്ത് വെട്ടിമുറിച്ചിട്ടാണ് പുതിയൊരു സ്ട്രക്ചറുള്ള പദമുള്ള ചോറാക്കി മാറ്റുന്നത്. അപ്പം എവിടെയും എന്ത് പ്രവർത്തനം നടക്കലും മുറിക്കലും യോജിപ്പിക്കലും തന്നെയാണ്. അപ്പോൾ അതിനെന്ത് വേണം? നല്ലൊരു ആയുധം വേണം. ആയുധമാണ് വജ്രായുധം. അപ്പോൾ ഇന്ദ്രൻ്റെ വജ്രായുധം കൊണ്ട് ഏതിനെ ഇന്ദ്രൻ മുറിച്ചോളൂ. അപ്പോൾ യജ്ഞം ചെയ്യുമ്പോൾ അതിൻ്റെ പൊട്ടിക്കലും മുറിക്കലിൻ്റെ എല്ലാം ഒച്ച കേൾക്കുന്നുണ്ട്. സ്തുതികളും അതിനുവേണ്ടി സ്തുതികളും ഉണ്ട്, സയൻസും ഉണ്ട്. സയൻസിലൂടെ യജ്ഞം ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യുമ്പോഴും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. ചോറ് വെക്കുമ്പോഴും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. വെള്ളത്തിലിട്ട് ചൂടാക്കണം, അല്ല പെട്രോളിലിട്ട് ചൂടാക്കാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം എല്ലാം അദ്ദേഹത്തിന് വേണ്ടി, ഇന്ദ്രന് വേണ്ടിയാണ് സേവനം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വജ്രായുധവും പിന്നെ എല്ലാം ഇന്ദ്രനെ സേവിക്കുകയാണ്. ഇന്ദ്രനാണ് പൊട്ടിച്ച് മുറിച്ചിട്ടെല്ലാം പുതുതാക്കി മാറ്റുന്നത്. അപ്പോൾ ആ പൊട്ടിക്കാൻ സഹായിക്കുന്ന ആരാണ്? ആ വജ്രായുധമെല്ലാമാണ്. അപ്പോൾ അതെല്ലാം ഐശ്വര്യം എല്ലാം അദ്ദേഹത്തെയാണ് സേവിക്കുന്നത്. അദ്ദേഹം അത് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിനെ പുതിയൊരു വസ്തുവാക്കിയിട്ട് നമുക്ക് തരും. ഇനി 14 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 114. യസ്വാജസ്രം ശവസാ മാനമുക്തം പരിഭുജത് രോദസേ വിശ്വദസ്യേ സപാരിഷത് ക്രതുഭിർമന്ദസാനോ മരുത്വാനോ ഭവതിന്ദ്രവൂതി. ഇന്ദ്രന്റെ ബലം ആകാശത്തെയും ഭൂമിയെയും പരിപാലിക്കുന്നു. അവൻ നമ്മുടെ യജ്ഞകർമ്മങ്ങളിൽ സന്തുഷ്ടനാകുന്നു. അങ്ങനെയുള്ള ഇന്ദ്രൻ മരുത്തുക്കൾ സഹിതം നമ്മെ സംരക്ഷിക്കട്ടെ. ആരുടെ ബലമാണ് ആകാശത്തെയും ഭൂമിയെയും പരിപാലിക്കുന്നത്? ഇപ്പം ആകാശത്തിലും ഭൂമിയിലും എല്ലാം എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അത് പൂർത്തീകരിക്കുന്നത് ഇന്ദ്രനാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാം പരിപാലകൻ ഇന്ദ്രനാണ്. അവൻ നമ്മുടെ യജ്ഞകർമ്മങ്ങളിൽ സന്തുഷ്ടരാകട്ടെ. നമ്മളെന്തൊക്കെ യജ്ഞം ചെയ്യുമ്പോൾ അവൻ സന്തുഷ്ടിയോടുകൂടി വന്ന് അവയെ പൂർത്തീകരിക്കട്ടെ. അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാകാൻ എന്ത് വേണം? നമ്മൾ ചെയ്യുമ്പോൾ ആവശ്യമുള്ള വസ്തുവെല്ലാം ആവശ്യത്തിന് വൃത്തിയാക്കിയിട്ടെല്ലാം കൊടുക്കണം. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പാഠ്യക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം ചെയ്യണം. അപ്പോൾ അവൻ സന്തുഷ്ടനാകും. അവൻ നല്ല സാധനം ഉണ്ടാക്കിത്തരും. അവ മരുത്തുകൾ കൂടെ വന്നിട്ട് നമ്മളെ രക്ഷിക്കട്ടെ. ഇനി 15 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 115. ന യസ്യ ദേവാ ദേവദാനമർത്ത ആപശ്ചന ശവസോ അന്തമാപു സ പ്രരിക്വാ ത്വാക്ഷസാക്ഷ്മോ ദിവശ്ച മരുത്വാനോ ഭവത്തിന്ദ്രഊതി. ഇന്ദ്രന്റെ ബലത്തിൻ്റെ അതിരുകൾ ദേവതകൾക്കോ മനുഷ്യർക്കോ ആർക്കും തന്നെ ദർശനീയമല്ല. അവൻ തൻ്റെ ബലത്താൽ ആകാശത്തെയും ഭൂമിയേക്കാൾ മഹാനാണ്. അങ്ങനെയുള്ള ഇന്ദ്രൻ മരുത്തുക്കൾ സഹിതം നമ്മെ രക്ഷിക്കട്ടെ. അവൻ്റെ ശക്തിയുടെ അതിരുകളൊന്നും ആർക്കും കാണാൻ പറ്റില്ല. ദേവന്മാർക്കും മനുഷ്യർക്കും കാണാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത്രയും വലിയ ശക്തിയാണ് ആ ഇന്ദ്രനുള്ളത്. ആ ഇന്ദ്രനാണ് നിർഗുണമായ ബ്രഹ്മം തൊട്ട് എല്ലാത്തിനും ഉണ്ടാക്കി പ്രപഞ്ചം ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ ആകാശത്തെയും ഭൂമിയേക്കാളും മഹനീയനാണ്. കാരണം ഈ ആകാശം ഭൂമി ഉണ്ടാക്കിയ എന്നാൽ ആ യജ്ഞത്തിലൂടെയാണ്. ആ യജ്ഞത്തെ ഏകോപിപ്പിച്ച ശക്തി ഇന്ദ്രനാണ്. അപ്പോൾ അവൻ ആകാശത്തെയും ഭൂമിയേക്കാളും ഉന്നതനാണ്. അതുകൊണ്ട് അവൻ മരുത്തുക്കൾ കൂടെ വന്ന് നമ്മളെ രക്ഷിക്കട്ടെ. എന്തുകൊണ്ടാണ് മരുത്തുക്കൾ കൂടെ വരുന്നതെന്ന് പറയുന്നത്? ഈ ആകാശത്തിലെ ഗോളങ്ങളെല്ലാമാണ് എന്തിവിടെ നടക്കണമെന്നെല്ലാം തീരുമാനിക്കുക. അതിൻ്റെ ചലനം അനുസരിച്ചാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും മരുത്തുക്കളോടുകൂടി വന്ന് ഈ യജ്ഞം പൂർത്തീകരിക്കട്ടെ എന്ന് പറയുന്നത്. ഇനി 16 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 116. രോഗിത് ശാവാസുവത് അംശുർ
ലലാമീർദുക്ഷരായ ഋജ്രാശ്വസ്യ വൃഷണ്ണൊന്തം ബിഭ്രുതീധോർഷുരഥം മന്ദ്രാചികേത നാഹുഷീഷോ വിക്ഷു. അത്യന്തം സുന്ദരങ്ങളും രോഹിത ശ്യാമവർണ്ണങ്ങളുമായ അശ്വങ്ങൾ ധനത്തിനു വേണ്ടി ഇന്ദ്രന്റെ രഥത്തെ വലിച്ചുകൊണ്ട് സന്തോഷസൂചകമായ ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഇന്ദ്രൻ ഋജ്രാശ്വന് ധനം ദാനം ചെയ്യുന്നു. നല്ല സുന്ദരമായ കുതിരകൾ ധനത്തിന് വേണ്ടി ഇന്ദ്രന്റെ രഥത്തെ വലിക്കുന്നു എന്ന് പറയുകയാണ്. കുതിരകൾ എന്ന് പറയുമ്പോൾ ഹോസ് പവർ, ശക്തി. അപ്പം ഇന്ദ്രൻ എന്ത് യജ്ഞം ചെയ്യുന്നത് എന്താണ്? ശക്തി ഉപയോഗിച്ചിട്ടാണ്. വജ്രം കൊണ്ട് മുറിക്കാമെന്നല്ലാതെ വജ്രം പ്രയോഗിക്കേണ്ടിക്ക് എന്ത് വേണം? ശക്തി വേണം. കൊടുവാളുണ്ടോ ഉള്ളത് കൊണ്ട് കാര്യമായില്ലല്ലോ, ബലം പ്രയോഗിച്ചിട്ടേ മുറിക്കാൻ പറ്റുള്ളൂ. അപ്പം ബലവും വേണം. അതുകൊണ്ടാണ് ഇന്ദ്രൻ കുതിരപ്പുറത്താണ് സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുതിരകൾ ശക്തിയോട് കൂടി അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുപോവുകയാണ്, സുന്ദരമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അതിലൂടെ നമുക്ക് ധനം നേടിത്തരുന്നു. നമ്മുടെ യജ്ഞങ്ങളെയെല്ലാം ബലം പ്രയോഗിച്ച് അഗ്നിയുടെ സഹായത്താൽ ഈ സോമങ്ങളെയെല്ലാം യോജിപ്പിച്ചിട്ട് അസുരന്മാരെയെല്ലാം ഇല്ലാതാക്കിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു? നമുക്ക് ദാനം ചെയ്യുന്നു. ഇനി 17 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 117. ഏതത്വ ഇന്ദ്രവൃഷ്ണ ഉക്തം വാർഷാഗിര അഭിഗൃഹന്തിരാധഃ രുദ്രാശ്വാ പൃഷ്ടിഭിരംബരീഷ സഹദേവോ ഭയമാന സുരാധാഃ. ഇന്ദ്രൻ വാർഷാഗിരന്റെ പുത്രന്മാരായ ഋജ്രാശ്വനും അംബരീഷനും സഹദേവനും ഭയമാനനും സുരാധനും ഇന്ദ്രനു വേണ്ടി പ്രസിദ്ധങ്ങളായ സ്തോത്രങ്ങൾ ആലപിക്കുന്നു. ഇവിടെ ഇന്ദ്രനോട് പറയുകയാണ്, ഈ സ്തുതികളെല്ലാം ഇന്ദ്രനെ പറ്റിയുള്ള ഈ വേദവാക്യങ്ങൾ, ഈ സ്തുതികൾ, ഈ മന്ത്രങ്ങളെല്ലാം ആരാണ് എഴുതിയിരിക്കുന്നത്? ഋജാശ്വനും. അത് ഋഷികളുടെ പേരുകൾ പറയുകയാണ്. ഋജാശ്വനും അംബരീഷനും സഹദേവനും ഭയമാനനും സുരാധാവും. ഇങ്ങനെ ഇത്രയും ഋഷികൾ കൂടിയിട്ടാണ് ഈ മന്ത്രങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. അവർ പറയുകയാണ്, നിനക്ക് വേണ്ടിയിട്ടാണ് ഈ മന്ത്രങ്ങളെല്ലാം, ഈ സ്തോത്രങ്ങളെല്ലാം നമ്മൾ ആലപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും ഋഷികൾ കൂടിയിട്ടാണ് ഇന്ദ്രനെ പറ്റിയുള്ള ഈ സ്തോത്രങ്ങളെല്ലാം ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി 18 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 118. ദസ്യൂം ഷിമൂംശ്ച പുരൂഹത ഏവൈർഹത്വാ പൃഥ്വ്യാ ശർവാ നിബർഹേത് സനക്ഷേത്രം സഖിഭി ശുച്നേഭി സനത് സൂര്യം സനതപ സുവജ്രഹാം. അനേകരാൽ ആഹൂതനായ ഇന്ദ്രൻ ഹിംസകന്മാരെ കൊന്നുവീഴ്ത്തി. ഉത്തമനായ വജ്രായുധൻ മനുഷ്യരോടുകൂടി ഭൂമി, ജലം, സൂര്യൻ എന്നിവയെയും സംരക്ഷിച്ചു. ഇവിടെ പൊതുവെ പറയുകയാണ്, അനേകരാൽ ആഹൂതി അർപ്പിക്കുന്ന പലവരും ഇന്ദ്രനായിട്ടാണ് ആഹൂതി അർപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സോമം. ഇപ്പം ചോറുണ്ടാക്കാൻ നമ്മൾ ഇന്ദ്രന് എന്ത് കൊടുക്കണം? അരിയും വെള്ളവും അഗ്നിയെല്ലാം കൊടുക്കണം. അപ്പോൾ ഇന്ദ്രൻ അത് തിന്നോളും. എന്നിട്ട് നമുക്ക് എന്ത് തരും? ചോറ് തരും. അപ്പം പലവരും ഇന്ദ്രന് ആഹൂതികൾ അർപ്പിക്കുകയാണ്. അപ്പോൾ അവൻ ഹിംസകരെ കൊല്ലും. അതിനെ വേറൊന്നായി മാറ്റാൻ ശ്രമിക്കുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ശക്തികളെ മുഴുവൻ അത് ഇല്ലായ്മ ചെയ്യും. അതിനുവേണ്ടി വജ്രധാരിയാണ്. അവൻ്റെ കൈമിൽ കട്ട് ചെയ്യാനും ഏത് യജ്ഞവും കട്ട് ചെയ്യുക, യോജിപ്പിക്കുക, ഇതാണ്. എന്നിട്ട് അവർ മനുഷ്യരും ഭൂമി, ജലം, സൂര്യൻ
എന്നിവരെ എല്ലാം സംരക്ഷിക്കുന്നു. അതായത് ഈ ലോകത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ടോ അതിനെല്ലാം സംരക്ഷിക്കുന്നത് ഇന്ദ്രനാണ്. ഇനി 19 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 119. വിശ്വാഹ ഇന്ദ്രോ അധിവക്താനോ അസ്തു അപരിഹൃത സനൂയാമവാചം തന്നോ മിത്രോ വരുണോ മമഹന്താം അതിഥി സിന്ധു പൃഥ്വീം ഉദദ്യൗ. ഇന്ദ്രൻ നമ്മുടെ പക്ഷത്തെ ബലപ്പെടുത്തട്ടെ, നിങ്ങൾ നേരായ മാർഗത്തിൽ കൂടി അന്നം സമ്പാദിക്കട്ടെ. ഇന്ദ്രൻ നമ്മുടെ പക്ഷത്തെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ ശക്തി ഇന്ദ്രനിലാണ്. നമ്മൾ എന്തുപയോഗിച്ച് പുതിയ പുതിയ വസ്തുക്കൾ, ഇവിടെയുള്ള ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് പുതിയ പുതിയ സുഖഭോഗ വസ്തുക്കളെല്ലാം ഉണ്ടാക്കും. അതിന് ഇന്ദ്രൻ നമ്മളെ ശക്തി ബലപ്പെടുത്തട്ടെ. നമ്മൾ നേരായ മാർഗത്തിൽ കൂടി സഞ്ചരിക്കട്ടെ, സമ്പാദിക്കട്ടെ എന്ന് പറയുകയാണ്. അതായത് നമ്മൾ എന്ത് യജ്ഞം ചെയ്യുമ്പോഴും അത് നേരായ വഴിയിൽ ചെയ്യണം, അല്ലാതെ ലോകത്തിന് അന്യർക്ക് ദോഷമുണ്ടാകുന്ന തരത്തിലുള്ള യജ്ഞങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയാം. ചെയ്താൽ അവിടെ ഇന്ദ്രൻ തന്നെയാണ് അതും ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യരുത്. ലോക പുരോഗതിക്കായി, ലോക നന്മക്കായി കൊണ്ടുവരണം നമ്മൾ ഇന്ദ്രനെ ഉപയോഗിച്ച് യജ്ഞം ചെയ്യുക.